ഒരു പക്ഷേ ഒരു റമദാൻ്റെ 30 പകൽ നോമ്പ് നോറ്റിട്ടും രാത്രി നിസ്കരിച്ചിട്ടും ഒന്നും പറയത്തക്ക ഒരു ഭക്തിയോ അല്ലെങ്കിൽ പറയത്തക്ക ഒരു ജീവിത മാറ്റമോ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനോ പുതിയ നന്മകൾ ജീവിതത്തിലേക്ക് ചേർക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ വേണ്ടമായൊന്നും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് നന്നായി ചിന്തിക്കണം എന്നാണ്. അങ്ങനെ ആലോചിക്കുക എന്ന് പറയുന്നത്, അങ്ങനെ ആലോചിക്കുമ്പോൾ മാത്രമേ ഒരാളുടെ മനസ്സിലത് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചിന്തിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരാൾ രാത്രി ഉറങ്ങാൻ സമയത്ത് ഒരു പണ്ഡിതനോട് ചോദിക്കണം, ഞാൻ ഉറങ്ങാൻ സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തു, ഇന്നിപ്പോൾ ഞാൻ എന്തൊക്കെ നല്ലത് ചെയ്തു എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കുന്ന. അങ്ങനെ ഇപ്പോൾ എനിക്കൊരു ശീലമായി എല്ലാ ദിവസവും. അങ്ങനെ ഒരു ശീലം ഉണ്ടാകുന്നത് തെറ്റാണോ എന്നൊരു പണ്ഡിതനോട് ആൾ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം ദീനിനെക്കുറിച്ചും നമ്മുടെ പരലോകത്തെക്കുറിച്ചും നമ്മുടെ നന്മതിന്മകളെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ട പ്രാധാന്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറയണം, ഒന്ന്, എന്താണ് എനിക്കുള്ളത്, ഞാനത് മരിച്ചാൽ എനിക്ക് എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് ആലോചിച്ച് നോക്കും. നിങ്ങൾ അന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തരും, പഠിച്ചോനെ ഈ റമദാനും കൂടി ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു, എന്നാലിപ്പോൾ ഇല്ല ഇതുവരെയുള്ള കുറവൊക്കെ ഈ റമദാനിലാണ് തീർക്കാം എന്ന് അപ്പം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ എപ്പോഴാണ് ചിന്തിക്കേണ്ടത്, എനിക്ക് എന്തുണ്ട് നാളെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്ത് ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല നിങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അള്ളാഹുവിനെ അറിയാമെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു വിചാരണ. അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നിട്ട് പടച്ചോൻ, നമ്മുടെ ഹൃദയം മനസ്സിലാക്കിയ പടച്ചോൻ നമ്മുടെ കഴിഞ്ഞ കാലത്തെയും രാവും പകലും ജീവിത രഹസ്യങ്ങളും സമ്പാദ്യങ്ങളും കച്ചവടങ്ങളും എല്ലാം ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കും മുമ്പ് നമ്മൾ തന്നെ നമ്മോട് ചോദിക്കുക. കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും നമുക്ക് അറിയാലോ. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ് ഒരു വിചാരണ സ്വന്തം നടത്തൂ. അത് നരകത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് കാര്യമുണ്ടോ സഹോദരങ്ങളെ? ഖബറിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? നേരത്തെ ചിന്തിക്കുമ്പോഴല്ലേ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം പറ്റുള്ളൂ. വസിനു അൻഫുസകും ഖബ്ല അൻ തുസനു, നിങ്ങളെ തൂക്കും മുമ്പ് നിങ്ങൾ നിങ്ങളെ ഒന്ന് തൂക്കി നോക്കണം എന്നാണ്. ഫഇന്നഹു അഹ്വനു അലൈക്കും ഫിൽ ഹിസാബി ഗദൻ, നാളത്തെ വിചാരണ എളുപ്പമാകാൻ അത് നന്നാവും. നമ്മളെല്ലാവരും നമ്മളെപ്പറ്റി ഒരു വിചാരണ നടത്തിയിട്ട് പരലോകത്തേക്ക് ചെന്നാൽ അവിടുത്തെ വിചാരണ നമുക്ക് എളുപ്പമാകുമെന്നാണ്. അതുകൊണ്ട് അൻ തുഹാസിബു അൻഫുസകുമുൽ യൗം, ഇന്നന്നെ ആയിക്കോട്ടെ, ഇന്നന്നെ നാം നമ്മെക്കുറിച്ച് ഒരു വിചാരണ നടത്തുകയാണ്. അങ്ങനെ ആ യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ, ഒരു രഹസ്യവും രഹസ്യമായി നിൽക്കാത്ത മറഞ്ഞു നിൽക്കാത്ത ആ ഒരു ദിവസത്തിന് മുമ്പ് ഒരു വിചാരണ നല്ലതാണെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. എല്ലാ മനുഷ്യനും അള്ളാഹു സൃഷ്ടിച്ചത് നല്ല ആൾക്കാരായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനെന്തിപ്പോൾ ഇങ്ങനെ ആയി എന്ന് വെച്ചാൽ അത് ഇന്നെങ്ങനെ കേടുവരാൻ വേണ്ടി വിധിച്ചതാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ആളുകൾ അങ്ങനെ ആരും ഇല്ല എന്നാണ്. ഫിത്രത്തല്ലാഹിലത്തി ഫത്രനാ സാലിഹ ലാ തബ്ദീൽ, എല്ലാ മനുഷ്യന്മാരും സൃഷ്ടിച്ചത് അള്ളാഹു ഒരേ പ്രകൃതിയിലാണ്. എല്ലാവർക്കും ഈ ലോകത്ത് നല്ല മനുഷ്യന്മാരായി പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രകൃതി, നമ്മൾ ശുദ്ധ മുസ്ലിമും മുഅ്മിനുമായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നതെന്നാണ്. പിന്നെ നമ്മൾ തെറ്റായ വഴികളും തെറ്റായ വിശ്വാസങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഒരു ദുഷിച്ച മനുഷ്യനായി ഒരു വഴിപിഴച്ചവനായി മാറുന്നത് എന്ന്. അപ്പോൾ അള്ളാഹു നന്നാവാനുള്ള എല്ലാ കാരണവും നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം എന്നാണ്. രണ്ട് വിഭാഗങ്ങളെക്കുറിച്ചാണ് ഖുർആൻ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഒന്നെന്താണ്, ഈ സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഒക്കെ നിരാകരിച്ച് പോകുന്ന ദുർമാർഗികളും അസത്യവാദികളും അവിശ്വാസികളുമായ ആളുകൾ. പിന്നെ കേൾക്കണീനനുസരിച്ച് ജീവിതത്തെ ഇങ്ങനെ നന്നാക്കി കൊണ്ടുപോകുന്ന ആൾക്കാർ. വശംസി വളുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽ അർളി വമാ തുഹാഹ വനഫ്സിൻ വമാ സവ്വാഹ. ആകാശഭൂമികളുടെയും സൂര്യൻ്റെയൊക്കെ സൃഷ്ടിപ്പ് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ്, ഞാൻ എന്ത് ചെയ്തു, ആകാശത്തുണ്ടാക്കി ഭൂമിനുണ്ടാക്കി, ഒരു മനസ്സിനെയും നാം സംവിധാനിച്ചു. ആ മനസ്സിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ പോരാട്ടം. എന്താണ് ആ മനസ്സിൻ്റെ പ്രത്യേകത? അധർമ്മത്തിനും ധർമ്മത്തിനും ഒരുപോലെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മനസ്സ്. അപ്പോൾ ആ തിന്മയുടെ പ്രേരണകൾക്ക് വശംവദരായി പോവാതെ നന്മയുടെ പ്രചോദനങ്ങൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് അഫ്ലഹ മൻ സക്കാഹ, അവൻ വിജയിക്കും. അപ്പോൾ നമ്മളെ പണിയാണ്. അള്ളാഹു മനസ്സിനെ സംവിധാനിച്ചപ്പോൾ തന്നെ ഈ രണ്ട് പ്രചോദനങ്ങളെയും വെച്ചു. അതിൽ നല്ല ധാരണകളെയും നല്ല പ്രചോദനങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ചിന്ത ഉണ്ടല്ലോ, ഈ പറഞ്ഞൊരു ആലോചന, ഇത് നടത്തിയിട്ട് നമ്മളൊരു സ്വയം മാറ്റത്തിന് വിധേയമാകുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തക്ക് ജീവിതത്തിൽ അവസരം വരും. പക്ഷേ ആ അവസരത്തിൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ നമുക്ക് തീരുമാനമെടുത്ത് മടങ്ങാൻ പറ്റാത്തൊരു സന്ദർഭമായിരിക്കും അത്. അതെപ്പോഴാണ്? ഒന്നില്ലെങ്കിൽ മരണം, അല്ലെങ്കിൽ ജീവിതത്തിൽ മറ്റൊന്നിനും സാധിക്കാത്ത ഒരവസ്ഥ, അതല്ലെങ്കിൽ ഖബർ, അല്ലെങ്കിൽ പരലോകം. അവിടെ വെച്ച് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടോ മാറുന്നത് കൊണ്ടോ ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ മാറാൻ ശ്രമിക്കാം. ഈ സാധാരണഗതിയിൽ നല്ലവരെന്ന് പറയുന്ന ആളുകളുണ്ട്, ഞാൻ കുഴപ്പമില്ല, ഞാൻ ദീനിയായിട്ട് തന്നെ പോണത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെ തന്നെ പണ്ഡിതന്മാർ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞു കൊടുത്താലും അവരാ ചെയ്യണേന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. നിസ്കരിക്കും ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഹറാമും കൊണ്ടൊക്കെ ഉണ്ടാവും, അതങ്ങനെ പോകും. എത്ര കേട്ടാലും ആ ഹറാമ് അതുപോലെ തുടരും, ആ നന്മകളും അയാൾ അതുപോലെ കൊണ്ടു നടക്കും. അങ്ങനത്തെ ആൾക്കാരാണ്.
രണ്ടാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ചെറിയ ചില മാറ്റങ്ങൾക്കൊക്കെ അവരെന്ത് ചെയ്യും, മനസ്സുകൊണ്ട് തയ്യാറാകും. പക്ഷേ എന്നാൽ പോലും അവരതൊരു പൂർണ്ണതയിലേക്ക് വരാനോ ഉള്ളത് വർദ്ധിപ്പിക്കാനോ ഒന്നും അവർ തയ്യാറല്ല. എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, അവരാണ് നന്നാവും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതേ പഴയ മാറ്റം ഒന്ന് ഉഷാറായി വന്നിട്ട് പിന്നെ പഴയ പോലെ തന്നെ ആവും. റമദാനക്ക് മാത്രം മദ്യപാനം നിർത്തുന്ന ആൾക്കാരുണ്ട്, റമദാനക്ക് മാത്രം നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്, റമദാനക്ക് മാത്രം ഖുർആൻ ഓതുന്ന ആൾക്കാരുണ്ട്. ചില സന്ദർഭം പിന്നെ അതിൽ നിന്ന് തിരിച്ചു പോകും. ഈ വരെ തിരിച്ചു പോവുക ഈ ഒരവസ്ഥയാണ് ഏറ്റവും ഭയാനകമായ ഒരവസ്ഥ. അതുകൊണ്ട് അതിലൊരു മാറ്റം ഉണ്ടാവാൻ നാം നല്ല ചില തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് പോകണം. അതിലൊന്നെന്താ അറിയോ? നന്മയുടെ വഴിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ, നമുക്ക് പറ്റൂല എന്നാണ് എല്ലാവരും പറയാം, തീരുമാനിച്ചാൽ അള്ളാഹു അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകും. തീരുമാനിച്ചാൽ മതി. അതിനൊരു ഇന്നല്ലാഹ കതബൽ ഹസനാത്ത് വസയ്യാത്ത്, അള്ളാഹ് നന്മ തിന്മകളെയൊക്കെ രേഖപ്പെടുത്തി എന്നാണ്. എന്നിട്ടത് സുമബയ്യനതായിരിക്കും, പിന്നെ അത് വിശദീകരിച്ചു എന്നാണ്. പമൻ ഹമ്മ ബി ഹസനത്തിൻ ഫലം യഅമലുഹാ കതബഹ അല്ലാഹു ലഹു ഇൻദഹു. ഒരു നന്മ ഒരാൾ വിചാരിച്ചു, അത് പ്രവർത്തിച്ചില്ലെങ്കിൽ അയാൾക്കൊരു കൂലി ഹസനത്തൻ കാമിലാന്നാണ്, പൂർണ്ണമായൊരു നന്മ എഴുതപ്പെടുന്നതാണ്. ഈ ഹദീസ് എന്തിനാ പറഞ്ഞത്? നിങ്ങൾ നന്നാകണമെന്നൊരുത്തം വിചാരിച്ചാൽ മതി, അതിനെന്നെ കൂലിയെന്ന് പറയാനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, റമദാൻ വരാൻ പോവാണ്. ഞാൻ എന്തായാലും എൻ്റെ ജീവിതത്തിലൊരു മാറ്റത്തിന് ഞാൻ തയ്യാറാവുകയെന്നില്ല. മാറാൻ നമ്മളെ അനുവദിക്കാത്തതിൻ്റെ ഒരു കാരണം പിശാചാണ്. ഇന്ന ശൈത്താനലക്കും അദുവൻ ഫത്തഖിദുഹു അദുവ. അപ്പം നന്നാവുക എന്ന് പറഞ്ഞാൽ അതൊരു പോരാട്ടമാണ്. ആരെങ്കിലും ഇങ്ങനെ നമ്മളെ മെല്ലെ വിളിച്ചുകൊണ്ടായി നന്നാക്കും വിചാരിക്കട്ടെ, നമ്മൾ പോരാടിയാലേ മാറും. ശത്രുവിനോടുള്ള പോരാട്ടം. എത്രയോ യുഗാന്തരങ്ങൾ പഴക്കമുള്ള, അറിവുള്ള, സാമർഥ്യമുള്ള, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്ന ഒരു പിശാചിനോടാണ് നമുക്ക് പോരാടാനുള്ളത്. അതുകൊണ്ട് ഫത്തഖിദുഹു അദുവ ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ. നിങ്ങൾ നരകത്തിൻ്റെ ആളുകളാകാൻ വേണ്ടി അവൻ നിങ്ങളെ നിരന്തരം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കാൻ, വിളിച്ചുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു പോരാട്ടത്തിനുള്ള സന്ദർഭമായി, സമയമായിട്ടാണ് ഇത്തരം ഒരു സന്ദർഭത്തെ നമ്മൾ കാണേണ്ടതെന്നാണ്. ശൈത്താനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രചോദനങ്ങളും പ്രേരണകളും നിന്ന് കൂടെ നിന്നിട്ട് അവസാനം എന്താണ് പിശാച് പറയുക? വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംർ. കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ പിശാച് പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്. നിങ്ങളോട് പടച്ചോൻ പറഞ്ഞതാണ് ശരി, പടച്ചോനോട് നന്നാകാൻ പറഞ്ഞില്ലേ, അതായിരുന്നു നിങ്ങൾ കേൾക്കേണ്ടിയിരുന്നത്. വഅദതുക്കും, ഞാനും നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഫഅഖ്ലഫ്തുക്കും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ. എന്ത് ചെയ്തു? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങളെ നിർബന്ധപൂർവ്വം തിന്മയിലേക്ക് കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റൂല. നിങ്ങൾ തിന്മയിലേക്ക് പോയത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ്. ഇല്ല അൻ ദഅൗതുക്കും ഫസ്തജബ്തും ലീ. ഞാൻ നിങ്ങളെ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വന്നു എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, വർഷങ്ങൾ പിന്നിട്ടാലും ഈ തോന്നിയാസവിനെ ഒഴിവാക്കരുതേന്ന് വിചാരിച്ചിട്ട് ശൈത്താൻ നമ്മളെ പിന്നാലെ നടന്ന് നമ്മളെ പ്രചോദിപ്പിച്ച് പ്രേരണ നൽകി പിന്നാലെ വന്നുകൊണ്ടിരിക്കാൻ. അപ്പോൾ ആ പിശാചിനോടുള്ള ഒരു പോരാട്ടം പ്രഖ്യാപിക്കാതെ നമുക്ക് തിരിച്ചു നടക്കാൻ പറ്റൂല എന്നാണ്. അതുകൊണ്ട് ഫലാ തലൂമുനി വലൂമു അൻഫുസക്കും. നിങ്ങൾ എന്നെ പറയണ്ട, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, എന്നെ ആക്ഷേപിക്കണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചാൽ മതി എന്നാണ്. നിങ്ങൾ പിഴച്ചതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാറുക, ഒന്ന് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. എന്തായാലും മാറാതെ എനിക്ക് പറ്റൂല. എന്തുകൊണ്ട് മാറാതിരിക്കാൻ പറ്റൂല? ഒന്നാമത്തെ ഒരു കാര്യം എന്താ പറയുക, ഇവിടെ നമുക്ക് മാറിയില്ലെങ്കിലും മാന്യനായി ജീവിക്കാൻ പറ്റും, മാറിയില്ലെങ്കിലും മാന്യനായി ജീവിക്കാൻ പറ്റും. എത്ര സ്വകാര്യ ജീവിതത്തിൽ മദ്യപാനികളായ ആളുകളുണ്ട്, നാട് വിട്ടുപോയി വിദേശ നാടുകളിൽ പോയി വ്യഭിചാരം പൂർത്തിയാക്കി വരുന്ന ആളുകളുണ്ട്, എത്ര സ്വകാര്യതകളിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട്. പക്ഷെ പുറത്തൊക്കെ അവർ നല്ല മുഖങ്ങളല്ലേ, അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റും. എന്നാൽ പരലോകത്ത് നിൽക്കുമ്പോൾ തന്നെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം, ചില മുഖങ്ങൾ വെളുത്ത് പ്രശോഭിക്കും, ചില മുഖങ്ങൾ കറുത്ത്, ഏറ്റവും കറുത്ത ഇരുട്ടിൻ്റെ കഷ്ണം വെട്ടിവെച്ച പോലെ ഉണ്ടാവും. അവിടുന്ന് മറച്ചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുപ്പായം അഴിയും. ഞാൻ മാറിയില്ലെങ്കിൽ ഞാൻ മാനം കൊടുക്കും. അതന്നെ നമ്മൾ ആദ്യം. ഇവിടുത്തെ ഈ മുഖം നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് മാറാതിരുന്നാലും മാന്യനാകാൻ ഇവിടെ പറ്റും, മാറാതിരുന്നാലും മാന്യനാകാൻ അവിടെ പറ്റൂല. രണ്ടാമത്തെ ഒരു കാര്യം തരുമോ? നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളിൽ പരിമിതമല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മളിൽ പരിമിതമല്ല. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മുടെ കുട്ടികളെ ദീനിനെ ബാധിച്ചിട്ടുണ്ട്. അവർ ദീനിൻ്റെ രംഗത്ത് റെഡിയായി വരാതിരിക്കാൻ കാരണം നമ്മുടെ അലസതയാണ്, നമ്മുടെ കണിശതയില്ലായ്മയാണ്, നമ്മുടെ നിസ്കാരത്തിലെ കൃത്യതയില്ലായ്മയാണ്. നമ്മുടെ മക്കൾ പോലും നരകത്തിൽ പോയത് നമ്മളെ മാതൃകയാക്കുന്നവർക്കൊരു മാതൃകാ ജീവിതം നമ്മൾ നൽകാത്തതുകൊണ്ടാണ്. ഈ സമൂഹത്തിൽ എല്ലാവരെയും, കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും എല്ലാവരെയും ബാധിക്കുന്നതാണ്. അവലമ്മ അസ്വാബതുകും മുസീബ ഖദ് അസബ്തും മിത്ലൈഹാ ഖുൽതും അന്നാ ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തേ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാമെന്നാണ് അവർ ചോദിച്ചത്. അതൊക്കെ നിങ്ങളെ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നതാണെന്നാണ് മറുപടി. അതുകൊണ്ട് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുക. നമ്മൾ മാറാതിരിക്കുന്നുള്ള ദോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അത് പല ആളുകളെയും ബാധിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. നബി പറഞ്ഞു 5 കാര്യങ്ങൾ സംഭവിക്കുന്നത് 5 കാര്യങ്ങളെ കൊണ്ടാണെന്നാണ്. ഏതൊക്കെയാണ് റസൂൽ എന്ന് ചോദിച്ചു. നബി പറഞ്ഞു മാനഖല ഖൗമുൻ അൽ അഹ്ദ്. കരാറ് ആളുകൾ ലംഘിക്കാൻ തുടങ്ങിയാൽ സല്ലല്ലാഹു അലൈഹിം അദുവഹു, അവിടെ ശത്രുവിന് അവരുടെ മേൽ ആധിപത്യം കൊടുക്കും. നമ്മൾ ചില കരാറുകളിലാണ് ജീവിക്കുന്നത്.
അത് നമ്മൾ പാലിക്കാതിരുന്നാൽ ശത്രുക്കൾ നമ്മുടെ മേൽ ആധിപത്യം നടത്തും. അതേപോലെ തന്നെ വമാ ഹക്കമു ബിഗൈരി മാ അൻസലല്ലാഹ്, അല്ല വിധിക്കാത്തത് കൊണ്ട് ഇറക്കാത്തത് കൊണ്ട് അവർ വിധിക്കാൻ തുടങ്ങിയാൽ ഇല്ല ഫശാഫിഹിമുൽ ഫഖർ, അവരിൽ ദാരിദ്ര്യം പടരുന്നതാണ്. അള്ളാഹിൻ്റെ കൽപ്പനകളെ അള്ളാഹിനെ വിധികർത്താവായി സ്വീകരിക്കാതിരിക്കുമ്പോൾ ദാരിദ്ര്യം വരും. വല ലഹറത്ത് ഫിഹിമുൽ ഫാഹിഷ, അവരിൽ ഫാഹിഷത്ത് വ്യഭിചാരം അവരിൽ വ്യാപിച്ചു, തിന്മകൾ വ്യാപിച്ചു. ഇല്ല ഫശാഫിഹിമുൽ മൗത്ത്, ആകസ്മികമായ മരണങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഈ അനാശ്വാസ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ മരണങ്ങൾ വർദ്ധിക്കുന്നതാണ്. ഒരു കണക്കിൽ വായിച്ചു, വയസ്സായ ആൾക്കാരെക്കാളും മരിക്കുന്ന ചെറുപ്പക്കാരാണെന്ന് പറയുന്നത്. പ്രായമായ ആളുകളെക്കാളും മരണസംഖ്യ ഇപ്പോൾ ചെറുപ്പക്കാർക്കാണ് ശതമാനം കൂടുതലെന്ന് പറയുന്നത്. ഈ അനാശ്വാസ്യതകൾ കൂടുമ്പോൾ മരണം നിങ്ങളിൽ വ്യാപകമാകും. പിന്നെ വല തഫഫു അൽമിക്കിയാൽ, അവർ അടത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക. കൃത്രിമമില്ലാതെ ആരെങ്കിലും അളവ് നിർണ്ണയിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഇല്ലാ മുനിഉ അന്നബാത വഉഖിദു ബിസ്സിനീൻ, അവർക്ക് കൃഷികൾ മുടങ്ങും, അതേപോലെ തന്നെ ദാരിദ്ര്യം വരുന്നതാണ്. ഇതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തെറ്റുകൾ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, മറ്റുള്ളവരെ കൂടെ ബാധിക്കുന്നതാണെന്നാണ്. പിന്നെ നാം ആലോചിക്കേണ്ട കാര്യം സുഹൃത്തുക്കളെ, നാം ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരുന്നു. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അതൊന്നും ഏറ്റെടുക്കാൻ ഒരാൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു 10 രൂപ നിങ്ങൾക്ക് ഇന്ന് സമ്പാദ്യമായി കിട്ടിയാൽ ആ 10 രൂപയിൽ എത്ര പേർക്ക് പങ്കുണ്ട്, എത്ര പേർക്ക് അവകാശമുണ്ട്, എത്ര പേർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കണം എന്ന സുഹൃത്തുക്കളെ, ഇന്ന് ഈ ജുമാക്ക് വന്നില്ലേ, കുറച്ച് നേരത്തെ വന്ന ആൾക്കാരുണ്ട്, ഒരു അൽക്കഫൊക്കെ ഓതിയിരുന്ന ആൾക്കാരുണ്ടാവും, ബാങ്കിന് മുമ്പ് എത്തിയ ആൾക്കാരുണ്ടാവും. ആ പ്രതിഫലം ഉണ്ടല്ലോ, അത് നിങ്ങൾ വീട്ടിൽ കൊണ്ടേ കൊടുക്കണ്ട, ഭാര്യയ്ക്ക് കൊടുക്കണ്ട, മക്കൾക്ക് കൊടുക്കണ്ട. അത് നമുക്ക് മാത്രമുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കണം. സൗകര്യം കിട്ടുകയാണെങ്കിൽ നമ്മളെല്ലാവരും സൂറത്തുൽ മുഅ്മിനൂൻ്റെ അവസാന ഭാഗം ഒന്ന് വെറുതെ ഓതിയാക്കിയാൽ മതി. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ഈ അലസമായ ജീവിതത്തിൽ അവസാനം മരണം വരുമ്പോൾ പടച്ചോനെ മടക്കിക്കൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം മടക്കിക്കൊണ്ട, എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു, ഞാൻ ചിന്തിച്ചു ഉൾക്കൊണ്ടു, മാറണമെന്ന് മനസ്സിലായി, അതുകൊണ്ട് ഇനി എനിക്ക് സമയം തന്നാൽ അതായിരിക്കും ശരിക്കൊരു ജീവിതം എന്നാണ്. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ചെയ്യാതെ പോയിട്ടുണ്ട് കുറേ, അതൊക്കെ ഞാൻ ചെയ്യാമേന്നാണ്. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നന്നാകാന്ന് പറയും. എത്ര വട്ടം പറഞ്ഞത്? അതിനിപ്പം മോനെ തിരിച്ചു വിട്ടാലും അവൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് അവൻ. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസുൻ, ഇവിടുത്തെ സമയം അവസാനിച്ചു, ഇനിയുള്ള ജീവിതം ബർസഖിലാണ്, അവിടെയാണ് ഇനി ജീവിക്കാനുള്ളത് എന്നാണ്. ഫഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ, കാഹളത്തിലൂതിയാൽ പിന്നെ ബന്ധങ്ങളില്ല. എത്രയോ കാലം മുമ്പ് മരിച്ചുപോയ വാപ്പാനിമ്മാനെയൊക്കെ കാണുമ്പോൾ ഒരു മൈൻഡും ഇല്ല സുഹൃത്തുക്കളെ, ഒരു പരിഗണനയില്ല. കാരണം അവിടെ ആർക്കും ആരെയും ലിക്കുല്ലി ഇംറിഇൻ മിൻഹും ശഅനുൻ യുഗ്നിഹി, എല്ലാവർക്കും അവനാൻ്റെ കാര്യം തന്നെ ഉണ്ടാവും എടുക്കാൻ മാത്രം, ആരും ആരെ പറ്റി ചിന്തിക്കൂല. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ ഓട്ടത്തിനിടയ്ക്ക് എവിടെയെങ്കിലും തട്ടിത്തടന്ന് വീണ് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ എനിക്കെന്തുണ്ട് എന്നൊന്ന് മനസ്സ് തട്ടി ആലോചിച്ചാൽ ഈ കൊല്ലത്തെ റമദാൻ നമുക്ക് ഉപകാരപ്പെടും. റമദാൻ്റെ മുമ്പ് തന്നെ നമ്മൾ സമയങ്ങൾ ക്രമീകരിക്കും, പള്ളിയിലെത്താനുള്ള സാവകാശങ്ങൾ ഉണ്ടാക്കും, ഖുർആൻ ഓതാനും ദീന് പഠിക്കാനും നോമ്പ് ആത്മാർത്ഥമായി നിർവഹിക്കുവാനുള്ള സന്ദർഭങ്ങളും സമയങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഒറ്റ കാര്യമുള്ളൂ, ഒന്ന് ആലോചിക്കണം, ഈ റമദാനും അങ്ങനെ കടന്നു പോകരുതേ എന്നൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. ആ ആലോചന ഹൃദയത്തിൽ തട്ടിയാൽ, അത് നമ്മളെ സ്വാധീനിച്ചാൽ, ആ ചിന്ത മനസ്സിൽ തട്ടിയ നിമിഷം നമ്മുടെ മാറ്റത്തിൻ്റെ സമയമാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മരണം വരെയും ഒരു മാറ്റം നമുക്കാർക്കും ജീവിതത്തിൽ പ്രതീക്ഷിക്കാവതല്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു സ്വയം വിചാരണക്കും ആത്മവിചിന്തനത്തിനും സ്വയം തിരിച്ചറിവിനും ഒരാലോചനക്കും ഒരു മാറ്റത്തിനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്. നമുക്ക് നീട്ടിക്കിട്ടുന്ന ആയുസ്സിൻ്റെ മഹത്വവും നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഓരോ നിമിഷങ്ങളുടെയും ഓരോ ദിവസങ്ങളുടെയും ഓരോ വർഷങ്ങളുടെയും വിലയും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് നമുക്ക് ഹദീസുകളിൽ സ്വഹീഹായി വന്ന ഹദീസുകളിൽ കാണാൻ പറ്റും. അന്ന റജുലൈൻ ഖദിമ അല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ആളുകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. വകാന ഇസ്ലാമുഹുമാ ജമീഅൻ, അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഇസ്ലാമിലേക്ക് വന്നത്. മുമ്പ് ജൂതന്മാരായിരുന്ന 2 ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. വകാന അഹദുഹുമാ അശദ്ദു ഇജ്തിഹാദ മിൻ സ്വാഹിബിഹി, അതിൽ ഒരാൾ നന്നായി ഇസ്ലാമിൻ്റെ മാർഗത്തിൽ യുദ്ധവും ജിഹാദുമൊക്കെ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഫഗസൽ മുജ്തഹിദു മിൻഹുമാ ഫസ്തുഷീദ, അങ്ങനെ ആ ജിഹാദ് നടത്തുന്ന വ്യക്തി ഷഹീദായി. അങ്ങനെ അതിനുശേഷം അദ്ദേഹം അതിൽ മരണപ്പെടുകയും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഇസ്ലാം സ്വീകരിച്ച ആള് തുമ മക്കസൽ ആഖർ ബഅദഹു സന, 1 വർഷം കൂടെ അയാൾക്ക് ജീവിക്കാൻ അവസരം കിട്ടുകയും ചെയ്തു. സുമ്മ തൂഫിയ, പിന്നെ അദ്ദേഹവും മരണപ്പെട്ടു. ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ പിന്നീട് എൻ്റെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി, സ്വർഗത്തിൻ്റെ വാതിൽക്കൽ ഈ 2 വ്യക്തികളും നിൽക്കുന്നതായിക്കൊണ്ട്. വഖദ് ഖറജ ഖാരിജു മിനൽ ജന്ന,
അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വന്നു, ഒരു മലക്ക് പുറത്തേക്ക് വന്നു. എന്നിട്ട് അതിനലില്ലതി തൂഫിയ അവസാനമായി മരണപ്പെട്ട ആൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി നൽകുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ആ രക്തസാക്ഷിയായിട്ടുള്ള ആൾക്ക് രണ്ടാമതാണ് സ്വർഗത്തിലേക്ക് പോകാൻ അനുമതി നൽകുന്നത് എന്നാണ്. ഈ സംഭവം കൂടെയുള്ള സഹാബത്തിനോട് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതമുണ്ടായി. കാരണം രക്തസാക്ഷിയായ ഒരാൾ വൈകിയും അല്ലാത്ത ആൾ പിന്നീട് ഒരു വർഷം കൂടെ ജീവിച്ച വ്യക്തി ആദ്യവും സ്വർഗത്തിലേക്ക് പോയതിനെക്കുറിച്ച് അവർ നബി ഇസ്ലാസ്മയോട് ചോദിച്ചു. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളൊന്നും പ്രവാചകൻ ഇസ്ലാസ്മ വഹിയിലൂടെ സാക്ഷാത്കരിക്കാതെ അംഗീകരിക്കാതെ അതൊന്നും യാഥാർത്ഥ്യമാവില്ലല്ലോ. നബി ഇസ്ലാസ്മ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അതിൽ അത്ഭുതപ്പെടുന്നത്? എന്തിനാണ്? രക്തസാക്ഷിക്ക് ശേഷം ഒരു വർഷം കൂടെ അയാൾ ജീവിച്ചുവല്ലോ. അതെ, അദ്ദേഹം ജീവിച്ചിട്ടുണ്ടെന്ന് സഹാബത്ത് സമ്മതിച്ചു. അപ്പോൾ ഒരു വർഷം കൂടെ കിട്ടുമ്പോൾ ഒരു റമദാൻ കൂടെ അയാൾക്ക് കിട്ടിയില്ലേ? ഒരു റമദാന്റെ കാലം കൂടെ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹം നോമ്പ് നോൽക്കുകയും ചെയ്തു. കാലു, അവർ പറഞ്ഞു, ബല, അതെ യാ റസൂലല്ലാഹ്. വസ്വല്ലാ കദാ വകദാ സജദ ഫിസ്സന, ഒരു വർഷം അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി സമയം കിട്ടി എന്നാണ്. മറ്റൊരു ഹദീസിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്ന 1800ഓളം നമസ്കാരങ്ങൾ അയാൾ ഫർളായി തന്നെ നിസ്കരിച്ചിട്ടുണ്ടായിരിക്കില്ലേ എന്നാണ്. അത് ഒരു വർഷത്തെ നമസ്കാരവും ഒരു നോമ്പും അയാൾക്ക് അധികം കിട്ടി എന്നാണ്. കാലു, ബല, അതെ റസൂലേ. അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സ്വല്ലല്ലാഹു അത് അംഗീകരിച്ചുകൊണ്ട് സഹാബത്തിനോട് സംസാരിച്ചതായിട്ടാണ് ആ ഹദീസിൽ തുടർന്ന് പറയുന്നത്. സത്യത്തിൽ സഹോദരങ്ങളെ, നമുക്കിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഒരു വർഷം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു റമദാൻ കിട്ടുമ്പോൾ അതെന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ പരലോകത്തേക്ക് അനുകൂലമാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഇതിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ ജീവിതത്തിൽ ഒരു റമദാൻ കിട്ടാൻ വേണ്ടി സഹാബത്തൊക്കെ റമദാന്റെ മുമ്പ് 6 മാസം മുമ്പ് പ്രാർത്ഥന തുടങ്ങുന്നതാണ്. പടച്ചോനെ, അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. റമദാൻ കഴിഞ്ഞാൽ കണക്കില്ലാത്ത പുണ്യങ്ങളും നന്മകളും ചെയ്തത് മുഴുവനും സ്വീകരിക്കാൻ വേണ്ടി റമദാൻ അനന്തരം മാസങ്ങളോളം അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് നമ്മുടെ പൂർവികന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നത്. സത്യത്തിൽ യാദൃച്ഛികമായി കടന്നു പോകുന്ന എല്ലാ വർഷങ്ങളിലും ആവർത്തിച്ചു വരുന്ന ഒരു കാര്യം എന്നതിൽ കവിഞ്ഞ് ഒരു റമദാനിന്റെ മഹത്വം എത്രത്തോളം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു പണ്ഡിതരോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു റമദാനിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഒരുങ്ങേണ്ടത്, എന്ത് ഇസ്തിഅദാദാണ്, എന്ത് തയ്യാറെടുപ്പാണ് ഞാൻ നടത്തേണ്ടത് എന്നാണ്. അതിന് അദ്ദേഹം കൊടുത്ത ഹദീസുകളിൽ വന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ ആവശ്യമാണ്. അടുത്തൊരാഴ്ച നമ്മുടെ ഒരു മകളുടെ വിവാഹമാണെന്ന് പറഞ്ഞാൽ അതെന്നായിരിക്കില്ലേ സുഹൃത്തുക്കളെ മനസ്സിൽ? അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കും. അടുത്തൊരു വർഷം നമ്മളൊരു പുതിയ കട ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെ ചിലപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു അതേ സൈറ്റിൽ തന്നെ രാവിലെയും വൈകുന്നേരവും പോയി അതിൻ്റെ ഒരുക്കങ്ങൾ നമ്മൾ നടത്തും. എന്നാൽ ജീവിതം തന്നെ നിർണ്ണയിക്കുന്ന ഒരു റമദാൻ സമാഗതമാകുമ്പോൾ നാം എന്തൊരു ഒരുക്കമാണ് അതിനുവേണ്ടി നടത്തുന്നത് എന്നൊരു ചോദ്യം പ്രധാനമായ കാര്യമാണ്. അതിലേറ്റവും ഒന്നാമതായി പറഞ്ഞിട്ടുള്ള കാര്യം, പാപരഹിതമായി തൗബയോടുകൂടെ ഒരു റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇപ്പം തന്നെ നമ്മളൊന്നിങ്ങനെ ആലോചിക്കുക, പടച്ചോനെ, മനുഷ്യന്മാരല്ലേ സുഹൃത്തുക്കളെ, എന്തായിരുന്നാലും ചില തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മളിൽ ഉണ്ടായിരിക്കും. ചിലരൊക്കെ ചില തെറ്റുകളിൽ നിരന്തരമായിരിക്കും. അപ്പോൾ ഒരു റമദാനിലെ നോമ്പൊക്കെ ഒരു നല്ല മനസ്സോടുകൂടെ സന്തോഷത്തോടുകൂടെ നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റിനെ കുറിച്ചുള്ള നമ്മുടെ കുറ്റബോധം, അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ആ ബന്ധം നന്നാക്കണ്ടേ. അപ്പോഴല്ലേ നമുക്ക് സത്യസന്ധമായി ഒരു ആരാധന നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. മാത്രവുമായില്ല, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, ഒരു മുത്തഖിയിൽ നിന്നേ അള്ളാഹു ഒരു കർമ്മം സ്വീകരിക്കുള്ളൂ. അപ്പോൾ റമദാനിലെ ഇത്രമാത്രം പുണ്യം നിറഞ്ഞ ഒരു മാസം അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടാനുള്ള പാപരഹിതമായ തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നുണ്ട് പല സ്ഥലങ്ങളിൽ, ഖുർആനിൽ ആവർത്തിച്ച് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് റമദാനിക്ക് വേണ്ടതോ അല്ലെങ്കിൽ റമദാന്റെ മുമ്പ് വേണ്ടതോ മാത്രമായ ഒരു കാര്യമല്ല. വതുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് സൂറത്ത് നൂറിൽ അള്ളാഹു പറയുന്നു. അപ്പോൾ വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്നും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാകുന്നു. യാ അയ്യുഹന്നാസു തൂബൂ ഇലല്ലാഹ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത മർറ, റവാഹു മുസ്ലിം. ഞാൻ ഒരു ദിവസം 100 പ്രാവശ്യം അള്ളാഹുവോട് പശ്ചാത്തപിക്കുന്നു എന്നാണ്. അപ്പോൾ തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു മാനസികാവസ്ഥയിൽ റമദാനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിന് മറ്റൊരു റമദാനിനും ലഭിക്കാത്ത
ഒരാനന്ദവും നിർവൃതിയും നമുക്കുണ്ടാവും. അതായത് എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും തെറ്റായ കാര്യങ്ങളിൽ നിലകൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കുറ്റബോധത്തോടു കൂടി അത് നിർവഹിക്കാൻ പറ്റും. നമ്മൾ നിസ്കരിക്കാൻ കൈയെട്ടിയാൽ അത് മനസ്സിൽ വരും. നോമ്പിൻ്റെ പകലുകളിൽ ഇങ്ങനെ ദാഹവും വിശപ്പും വരുമ്പോൾ പടച്ചവനത്തൊക്കെ അങ്ങോട്ട് എത്തുമോ, ഞാൻ അത്ര നല്ലൊരു ആളൊന്നല്ലല്ലോ എന്ന ഒരു കുറ്റബോധം മനസ്സിലെപ്പോഴും ഉണ്ടാവും. അപ്പോൾ സംതൃപ്തകരമായ സമാധാനപൂർണ്ണമായ ഒരു റമദാൻ എന്ന് പറയുന്നത് പാപരഹിതമായി അതിനെ സ്വീകരിക്കാൻ കഴിയാവുന്നതാണ്. ഇപ്പോൾ പല ആളുകളും റമദാൻ്റെ 1-ാം തീയതി നിർത്തും തെറ്റുകളൊക്കെ. അതാ 30 വരെയാണ് പോകും. 30 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, മാസം കാണുന്നോട് കൂടെ അതൊക്കെ മറക്കും. അങ്ങനെ അല്ല സുഹൃത്തുക്കൾ. ഇനി നമുക്കൊന്ന് നേരത്തെ തുടങ്ങും. ഒരാഴ്ച മുന്നേ അതൊക്കെ ഒന്ന് നിർത്തിവെച്ച് തുടങ്ങിയിട്ട് നല്ലൊരു മാനസികാവസ്ഥയിൽ റമദാനെ സ്വീകരിച്ച് റമദാനിന് ശേഷവും അത് തുടരാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത് നിർദ്ദേശിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി നമ്മൾ എത്ര ഒരുങ്ങിയാലും അള്ളാഹുവിൻ്റെ ഒരു സഹായവും ഒരു ഗുരുത്വവും കിട്ടുമ്പോഴാണല്ലോ അതൊക്കെ നേരാവുക. അപ്പം നമ്മൾ പടച്ചവനോട് ചോദിക്കുക, ഈ റമദാൻ അള്ളാഹു ഏറ്റവും സത്യസന്ധമായി ഏറ്റവും പ്രയോജനപ്രദമായി നാളെ പരലോകത്ത് അതിൻ്റെ സ്വാധീനങ്ങളെ അനുഭവിക്കാൻ പറ്റുന്ന ഫലവത്തായ ഒരു നോമ്പാക്കി തീർക്കാൻ എനിക്കതിനു വേണ്ടി തൗഫീക്ക് വേണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യാനും മുസ്ലിം റബ്ബ്, ഒരു മുസ്ലിം തന്നെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അൻ യുബല്ലിഗഹു ശഹ്റ റമളാൻ അലാ ഖൈരിൻ ഫീ ദീനിഹി ഫീ ബദനിഹി. ആരോഗ്യം വേണ്ട സുഹൃത്തുക്കൾ. എന്തെങ്കിലും അസുഖം വന്നാൽ ചിലപ്പോൾ നോമ്പ് നിൽക്കാൻ പറ്റൂല. ആരോഗ്യപരമായും അതേപോലെ തന്നെ ദീനീപരമായും ഖൈറായ ഒരു നോമ്പ്, ഇതുവരെ ഇല്ലാത്ത ഖൈറായ ഒരു റമദാൻ ഈ റമദാൻ എനിക്ക് നൽകണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു. അതേപോലെ തന്നെ ആ രാത്രി നമസ്കാരങ്ങൾ അതൊക്കെ ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ, വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനൊക്കെ ഒരു തൗഫീഖ്, ഒരു മനസ്സ്, ഒരു സാഹചര്യം തരാൻ വേണ്ടി അള്ളാഹു. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ നമ്മൾ അതിലങ്ങോട്ട് ബുദ്ധിമുട്ടി പോകും. ഒരു റമദാൻ്റെ പകലിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ നമ്മളൊന്നും വരൂല എന്ന് വിചാരിക്കുക. ഒന്നും വരാതിരിക്കട്ടെ എങ്കിൽ പോലും അള്ളാഹിനോടൊന്ന് പറയണ്ടേ, അങ്ങനത്തെ ഒരു സ്വസ്ഥമായ സമാധാനപൂർണ്ണമായ ഒരു റമദാൻ എനിക്ക് വേണം എന്ന് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന. അതാണ് രണ്ടാമതായി പറഞ്ഞൊരു കാര്യം. പിന്നെ എന്തായാലും മൂന്നാമത് പറഞ്ഞൊരു സംഗതി, റമദാൻ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിക്കോട്ടെ മനസ്സിലിരിക്കുന്നത്. റമദാൻ വരിക എന്ന് പറയുമ്പോൾ ഒരു ഇടങ്ങേറ് മനസ്സിലേക്ക് വരരുത് എന്നാണ്. നമ്മുടെ നിത്യവൃത്തികളും ഭക്ഷണവും കാര്യങ്ങളും സാഹചര്യങ്ങളും ജോലിക്കും ഒക്കെ പ്രത്യേകിച്ചും നല്ലൊരു വേനൽ കാലമാണ്, മഴയില്ലാത്ത ഒരു വേനൽ കാലത്താണ് റമദാൻ വരും. ഒരു സന്തോഷം വേണമെന്നാണ്. അതാണ് ഞാൻ സൂറത്ത് യൂനുസ് എന്ന് തുടക്കത്തിൽ ഓതിയ ആയത്താണ് ഇവിടെ ഓതിയത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് ഖുർആൻ, കാരുണ്യമാണ് ഖുർആൻ, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അപ്പോൾ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ മാസം വരുമ്പോൾ അതിനെ എങ്ങനെയാണ് അവൻ സന്തോഷത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുക എന്നല്ല. ഒരു സന്തോഷം റമളാൻ വരുമ്പോഴുള്ള ഒരു സന്തോഷം, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ധാരാളം പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ്. ആ പുണ്യം മുഴുവനും ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ. അതാക്കും റമളാൻ ഷഹ്റു മുബാറക്, അനുഗ്രഹീതമായ റമളാൻ ഇതാ നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. ഒരു നോമ്പിൻ്റെ കൂലി എത്ര സുഹൃത്തുക്കളെ? 70 വഴി ദൂരം നരകത്തുനിന്ന് ഒരാളെ അകറ്റിക്കൊണ്ടുപോകാൻ ഒരു നോമ്പിന് പറ്റും. അങ്ങനത്തെ 30 നോമ്പാണ്. അത് റമളാനിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പുണ്യമുള്ള ഒരു നോമ്പല്ലേ. മാത്രമല്ല തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. വതുഗല്ലു ഫീഹി മർദതു ശയാത്തിൻ, പിശാചുക്കൾ ബന്ധിക്കപ്പെടും. ലില്ലാഹി ഫീഹി ലൈല, ആ റമളാനിന്റെ ഒരു മാസത്തിൽ ജീവിക്കാൻ കഴിഞ്ഞാൽ അതിലൊരു രാത്രി കിട്ടും. ഏതാണ് ആ രാത്രി? ഖൈറും മിൻ അൽഫി ഷഹർ, ഒരു മാസം പിന്നെ 1000 മാസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു രാവുണ്ട് അതിൽ. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആദ്യത്തെ നന്മ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് ചെയ്തു? എല്ലാം നഷ്ടപ്പെട്ടവനായി എന്നാണ്. അത്രയും ശ്രേഷ്ഠമായ ഒരു റമളാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറ്റൊന്നുകൊണ്ടും നേടാൻ പറ്റാത്ത പിന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ പരിശുദ്ധമായ മാസം. മാത്രമല്ല സുഹൃത്തുക്കളെ, ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ സന്തോഷം മനസ്സിലേക്ക്, ഈ മുസ്ലിം ഇസ്ലാമൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഇസ്ലാമിൻ്റെ വിധി നിർണയമായ ഒരു യുദ്ധം നടന്നത് ഈ മാസത്തിലാണ്, ബദർ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അവൻ്റെ മനസ്സിനെ വികാരം കൊള്ളിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു. ഇങ്ങനെയുള്ള നന്മകളുടെയും പുണ്യങ്ങളുടെയും ഏറ്റവും നല്ല, അപ്പോൾ ആ നോമ്പ് തുറക്കുന്നൊരു സമയം, രാത്രി നമസ്കാരത്തിൻ്റെ ഭക്തിസാന്ദ്രമായ സമയങ്ങൾ, നോമ്പ് തുറക്കുമ്പോൾ സമയത്തുള്ളൊരു പ്രാർത്ഥന, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ആത്മബന്ധം, എന്തായാലും ദീനിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം വേറൊന്നും കിട്ടുമല്ലോ. അപ്പോൾ ദീൻ ഏറ്റവും നന്നായി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്ന ഒരു മാസത്തെക്കാളും ആനന്ദകരമായും സന്തോഷകരമായും മറ്റേത് കാലമാണ് ജീവിതത്തിൽ ഉണ്ടാകും. ഇപ്പോൾ റമളാൻ വരുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് വേണം എന്നാണ് മറ്റൊരു കാര്യം. മാത്രമല്ല
നാലാമത് അതിൻ്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം നിർബന്ധമായ നോമ്പുകൾ നോറ്റുവീട്ടാൾ അവർ നോറ്റുവീട്ടണം. അതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും അത് വേണമെന്ന സമയത്തു ആയിഷ റളിയല്ലാഹു അൻഹ യഖൂൽ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കാന യകൂനു അലയ്യ അസ്സൗം മിൻ റമളാൻ, എനിക്ക് പിന്നെ റമളാനിലെ നോമ്പുകൾ നോറ്റ് വീട്ടാനുണ്ടായിരിക്കും. ഫമാ അസ്തതിഉ അൻ അഖ്ളിയഹു ഇല്ലാ ഫി ശഅബാൻ, ശഅബാനിലല്ലാതെ എനിക്കത് നോറ്റ് വീട്ടാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ ഷഅബാൻ്റെ സമയം വരുമ്പോഴേക്കെങ്കിലും നമ്മുടെ നോമ്പുകൾ പൂർണ്ണമായും ഏതെങ്കിലും നോമ്പുകൾ, ചിലപ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ അത് ഓർമ്മിച്ച് വെക്കും. പുരുഷന്മാരൊക്കെ ഏതെങ്കിലുമൊക്കെ യാത്രാ സമയങ്ങളിലൊക്കെ നോമ്പ് വിട്ടുപോയതുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ എല്ലാ വർഷവും പൂർണ്ണമായി നോൽക്കുന്ന ആളുകൾ ഒരു പക്ഷേ നോറ്റിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും ചിന്തിച്ചാൽ ചിലപ്പോൾ അസുഖം വന്നിട്ടോ യാത്ര പോയിട്ടൊക്കെ വല്ല നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ മരിച്ചാൽ അനന്തരാവകാശികൾ പോലും നോറ്റ് വീട്ടണം എന്ന് പറയത്തക്ക വിധത്തിൽ അത്ര വലിയൊരു ബാധ്യതയായ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിലുപരി മറ്റൊരു കാര്യം അതിനോട് ചേർത്ത് പറഞ്ഞത്, നോമ്പിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നോമ്പിൻ്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച്. അതിനാണ് ഈ റമദാൻ്റെ മുമ്പൊക്കെ നമ്മൾ അതിനുവേണ്ടി ക്ലാസ്സുകളും പരിപാടികളും ദർസുകളും ഒക്കെ വെക്കുന്നത്. അഖിലൻ റമദാൻ എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റിയുള്ള വിധിവിലക്കുകൾ ശരിക്കറിയണം. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് കൂടുതൽ ശ്രേഷ്ഠമായി നിർവഹിക്കാൻ പറ്റുന്ന കാര്യം, നോമ്പിൽ നമുക്ക് ഏറ്റവും പുണ്യകരമായ കാര്യങ്ങൾ, നോമ്പിലുള്ള നമ്മൾക്ക് പാലിക്കേണ്ട സൂക്ഷ്മതകൾ, അതിൻ്റെ എല്ലാ അർക്കാനുകളും അമാലുകളും എല്ലാം നമ്മൾ പറഞ്ഞു. നോമ്പിൻ്റെ നീയത്ത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ശരിയായ ഒരു അറിവ് നോമ്പിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കേട്ട് മനസ്സിലാക്കണം. കാരണം നോമ്പിൻ്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും, രണ്ടാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും നോമ്പിനെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ആരാധനകളെ ബാധിക്കുന്ന നിലക്കുള്ള തിരക്കുകൾ ഒഴിവാക്കണം. ഒരു മാസം നമുക്ക് കിട്ടില്ലേ സുഹൃത്തുക്കളെ, പരമാവധി സമയം ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ജോലിയിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, മറ്റു കാര്യങ്ങളിലൊക്കെ എന്താണ് അതിനെ ബാധിക്കാത്ത രൂപത്തിൽ നമുക്കെങ്ങനെ നമ്മുടെ സമയം കുറച്ചും കൂടെ റമദാനിക്ക് കിട്ടത്തക്ക വിധത്തിൽ സമയത്ത് നമുക്കതിൻ്റെ ഷെഡ്യൂളുകളെ, അതിൻ്റെ സമയക്രമങ്ങളെ എങ്ങനെ ക്രമപ്പെടുത്താൻ പറ്റും എന്നതാണ്. അൽ മുസ്താറഅതു ഫീ ഇൻഹാഇൽ അഅമാൽ അല്ലത്തി ഖദ് തശ്ഗുലുൽ മുസ്ലിം ഫീ റമദാൻ അൽ ഇബാദാത്ത്. ആരാധനകളെ ബാധിക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യണം, ഒന്ന് ക്രമീകരിച്ചിട്ട്, ദുനിയാവിലുള്ള കാര്യങ്ങൾ ഒന്ന് ക്രമീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം. അതേപോലെ തന്നെ കുടുംബത്തെ പ്രോത്സാഹിപ്പിക്കണം. നമ്മളൊരു പ്ലാൻ പറയുകയാണ്, നമുക്ക് റമദാനൊക്കെ നമുക്ക് പള്ളിക്ക് ഒന്നിച്ച് പോകണം, തറാവീഹിൻ്റെ സമയം ഇന്നതാണ്, ഇന്ന സ്ഥലത്താണ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകേണ്ടത്, അവിടെ ഇന്ന ദർസിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസ്സിന് പോകണം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ് നമ്മുടെ വീട്ടിൽ എന്ത് വേണമെന്നാണ്. റമദാൻ്റെ അന്ന് തറാവീഹിന് ഇശാക്ക് ബാങ്ക് കൊടുക്കുമ്പോഴല്ല നമ്മളിപ്പോൾ എങ്ങടാ നിസ്കരിക്കാൻ പോകുകയെന്ന് ആലോചിക്കേണ്ടത്. കുടുംബം നമ്മുടെ എല്ലാവരെയും കുട്ടികൾക്കുമൊക്കെ ഒരു പ്രോത്സാഹനം എന്ന നിലക്ക് വരാനും പോകാനും ഒക്കെയുള്ള സംഗതികൾ. അതിലുപരി എന്താണ്, ഒരു മാസം ശരിക്കും ദീൻ അറിയാനും പഠിക്കാനും, ഖുർആന്റെ മാസത്തിൽ ഖുർആൻ പഠിക്കാനും ഏത് പുസ്തകമാണ് നമ്മൾ തിരഞ്ഞു വെച്ചത്? അതൊക്കെ ചോദിക്കേണ്ടത്. ഏത് പുസ്തകമാണ് നമ്മൾ തിരഞ്ഞു വെച്ചത്? അല്ലെങ്കിൽ ഏത് പണ്ഡിതനിൽ നിന്നാണ് നമ്മൾ കേൾക്കാൻ തീരുമാനിച്ചത്? അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചത്? വിശുദ്ധ ഖുർആനുമായുള്ള ആത്മബന്ധത്തിന് പറ്റുന്ന ക്ലാസ്സുകളും പഠന കാര്യങ്ങളും ഒക്കെ നമ്മളതിനെപ്പറ്റി എന്ത് ചെയ്യണം, ആലോചിക്കണം എന്നാണ്. സാധാരണ പറയാ, റജബിൽ എന്ത് ചെയ്തു, ഒരു കൃഷി നട്ടു, അതേപോലെ തന്നെ ഷഅബാനിൽ അത് നനച്ചു, റമദാനിൽ അത് കൊയ്തു എന്നാണ് പറയാ. ഒരു നല്ല റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ റജബ് തന്നെ ആലോചിച്ചു എന്നാണ്. ഷഅബാനിൽ കുറച്ചധികം നോമ്പുകൾ നോറ്റു. എന്തിനാണ്? റമദാന്റെ നോമ്പിന് മുന്നോടിയായി നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാൻ. എന്നിട്ട് റമദാൻ പൂർണ്ണമായും അതെന്ത് ചെയ്തു, ശരിയായി ആസ്വദിച്ചു. ചില ആൾക്കാരൊക്കെ നോമ്പ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് റമദാനിക്ക് കയറുക. എന്നാൽ ഷാബാനിൽ കുറച്ച് നോമ്പൊക്കെ നോറ്റ ആൾക്കാർ റമദാൻ്റെ ഒന്നിന് തന്നെ എത്തിയും റമദാനിലേക്ക് പ്രവേശിക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ, ഖുർആൻ്റെ പാരായണം റമദാനിൽ എന്തായാലും നമ്മൾ പാരായണം ചെയ്യും. പക്ഷേ ഖുർആൻ്റെ പാരായണം നേരത്തെ തന്നെ നമ്മൾ സജീവമാക്കി കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഈമാൻ നിറയും. മനസ്സൊക്കെ അങ്ങനത്തെ ഒരു ധന്യത ഖുർആൻ്റെ പാരായണം കൊണ്ടുണ്ടാകും. അതും റമദാൻ്റെ മുമ്പ് നമ്മൾ ആരംഭിക്കുന്നത് നല്ലത്. പിന്നെ റമദാനിൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് പല ഉത്തരങ്ങളുണ്ട്. അതിലൊരു ഉത്തരമാണ് യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ചെയ്യുന്നവനെ നീ മുന്നോട്ട് വരൂ. യാ ബാഗിയ ശർറ അഖ്സിർ, തിന്മ ചെയ്യുന്നവനെ ചുരുക്കൂ, തിന്മകളെ കുറക്കൂ. തിന്മകളെ വെട്ടിച്ചുരുക്കുവാനും നന്മകളെ വർദ്ധിപ്പിക്കുവാനുമുള്ള തയ്യാറെടുപ്പാണ് നോമ്പിലുള്ളത്. അതിനുള്ള ഒരു മാനസിക ഒരുക്കം നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ തുടങ്ങാന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇന്നു തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ടൈം ടേബിൾ, റമദാൻ്റെ 30 രാപ്പകലുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ ഒരുക്കത്തോടെ നാം സ്വീകരിക്കുന്ന ഈ റമദാനും ഒരുക്കങ്ങളില്ലാതെ കടന്നുപോയ റമദാനുകളും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. റമദാനിൻ്റെ ഏറ്റവും പുണ്യകരമായ നമ്മുടെ പരലോകത്ത് സ്വർഗ്ഗതരകങ്ങളെ തീരുമാനിക്കുന്ന, നന്മകളേറെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന, നമ്മുടെ മാനസിക അവസ്ഥകളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഒരു പരിശുദ്ധ റമദാനിനെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണ പ്രതിഫലത്തോടുകൂടെ നല്ല ഈമാനോടുകൂടെ സ്വീകരിക്കുവാനും അനുഷ്ഠിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്.